വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ട് വേണം എടുത്തിട്ട് വരാനായിട്ട്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഒരു 5 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന തുവരപ്പരിപ്പാണിത്. അതിനുശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പരിപ്പ് ശരിക്കും മുങ്ങി നിൽക്കാൻ പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ അത് ശരിക്കും ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പും തക്കാളിയും സവാള പച്ചമുളക് എല്ലാം ശരിക്കൊന്ന് യോജിപ്പായി കിട്ടാൻ പാകത്തിനുള്ള അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1-2 വിസിലിൽ ശരിക്കൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പെല്ലാം ശരിക്കൊന്ന് വെന്തിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അത്രയും വരേക്ക് വേവിക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയത്തേക്ക് നമുക്ക് വേറെ കുറച്ച് പണികളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ അതൊന്നും നമുക്ക് കറിക്ക് അത്ര ടേസ്റ്റ് തരില്ല. അപ്പോൾ നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ശരിക്കൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതേ അളവിൽ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പും ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പം അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉഴുന്നുപരിപ്പും ജീരകം, കടുക് ഇതെല്ലാം ശരിക്കൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ചെറിയ ചൂടിൽ ഇതൊന്ന് ശരിക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ശരിക്കും മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്കൊരു 1-2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അത് വലിയ അല്ലി ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4-5 എണ്ണം എടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ശരിക്കൊന്ന് മൂത്ത് കിട്ടുന്നിടം വരേക്ക് ഇതൊന്ന് മൊരിയിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് നെയ്യിൽ നല്ലപോലെ ഒന്ന് മൊരിയിച്ച് എടുക്കണം. വെളുത്തുള്ളി ശരിക്കൊന്ന് മൊരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 2-3 ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 ചുവന്ന മുളകും കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം. മുളകും കരിവേപ്പിലയും എല്ലാം ശരിക്കൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടും ശരിക്കും അതുപോലെ തന്നെ കറിക്കൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയുടെ പച്ചമണം കൂടെ പോയി കഴിയുമ്പം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളി സവാള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് കുക്കറിൽ കുറച്ചുകൂടെ വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടെയും നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറിക്ക് വെള്ളം പാകത്തിനും ആവശ്യത്തിനും അളവിനും അനുസരിച്ചിട്ടുള്ള വെള്ളവും ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ശരിക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമുക്ക് കളറിന് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകെല്ലാം ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി മുളക് പൊടിയും നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ചിരിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളൊരു പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളം കൂടെയും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ശരിക്ക് തിളച്ച് ഇതെല്ലാം കൂടെയും യോജിപ്പായി കിട്ടാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത് ശരിക്ക് തിളച്ച് യോജിപ്പായി വരുന്ന സമയത്തേക്ക് നമ്മുടെ കറി ശരിക്ക് പാകത്തിനെല്ലാം കുറുകി നല്ലപോലെ ചാറും ആവശ്യത്തിന് പാകത്തിനുള്ള ചാറും എല്ലാം ആയിട്ട് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് എന്തെങ്കിലും ഉപ്പ്, എരിവ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എരിവ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് 1 സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീതെ ഒന്ന് ഡെക്കറേഷനായിട്ട്, കറിക്ക് മീതെ കുറച്ച് ഡെക്കറേഷനായിട്ട് കുറച്ചുകൂടി നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കറിയുടെ റെസിപ്പി. വളരെ എളുപ്പമാണ്. ബാച്ചിലേഴ്സിനെല്ലാം പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലിഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുള്ളവർ മാത്രം കുറച്ചൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി നല്ലപോലെ തിളച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചോറിനായാലും ചപ്പാത്തിക്കായാലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല എളുപ്പമാണ്. 5 മിനിറ്റ് മതി കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കറി ഒന്ന് ആറിയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല നമുക്ക് പാകത്തിനുള്ള അളവിലായിരിക്കും. ഇപ്പോൾ ഇതാ കറി ശരിക്കും നല്ല പാകത്തിന് അളവിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.